ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ കീം ബി ആർക്കിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പാരൻസും സ്റ്റുഡൻസും വറീഡാണ്. നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടാനാണ് സാധ്യത, ഗവൺമെൻറ് കോളേജ് സീറ്റ് കിട്ടുമോ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ ഞാൻ ഇതുവരെ ഇക്കൊല്ലം ചെയ്തിട്ടില്ല. കുറച്ച് ലേറ്റ് ആയി എന്നറിയാം. എന്നാൽ പോലും ഇത്തവണ നാറ്റയുടെ ഒരു എക്സാം പാറ്റേൺ വളരെ ഡിഫറെൻ്റ് ആണ്. നാറ്റയുടെ എക്സാം പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും ഒരു എത്രയൊക്കെ സ്കോർ, ബെസ്റ്റ് സ്കോർ എന്നുള്ള കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. സെക്കൻഡ്ലി, ഇത്തവണത്തെ നാറ്റയുടെ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ കൊല്ലത്തെ സ്കോർ ഇത്തവണ കൺസിഡർ ചെയ്യുന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ പല കുട്ടികളും +1 വെച്ച് എക്സാമൊക്കെ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ വ്യത്യാസമുണ്ട്. നോർമലൈസേഷനെ പറ്റിയിട്ട് കറൻറ്റ്ലി ഇതുവരെ കീം അതോറിറ്റീസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. എന്നാൽ പോലും ഇപ്പോഴത്തെ ഡാറ്റാസ് വെച്ചുകൊണ്ടും ഇഗ്നൈറ്റിലെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് വെച്ചുകൊണ്ടും നമ്മൾ ഏതൊക്കെ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയൊക്കെ റാങ്ക് വരുന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഇതിൻ്റെ ഒരു ഇൻഡെക്സ് സ്കോർ എന്താണെന്നുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞിരുന്നത്. ആ ഇൻഡെക്സ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയൊക്കെ ഇൻഡെക്സ് സ്കോർ കിട്ടിയാലാണ് ഗവൺമെൻറ് കോളേജസിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത എന്നും ഞാനൊരു വീഡിയോയുടെ ഇതിൽ പറയുന്നുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് അനാലിസിസ് കിട്ടാനായിട്ട് ഒരുപാട് കുട്ടികളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ +1 +2 മാർക്കാണെങ്കിലും നാറ്റ സ്കോർ ആണെങ്കിലും എത്രയാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികളുടെ എല്ലാം തന്നെ മാർക്ക് ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ കിടക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കുട്ടികളുടെ കമൻറ്റ് വരുമ്പോൾ എൻ്റെ പ്രഡിക്ഷൻ അത്രയും കൂടുതൽ കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ നാളെ വൈകിട്ടത്തോടു കൂടിയാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത്. കറൻ്റ്ലി ഈ വീഡിയോയിൽ ഇൻഡെക്സ് സ്കോർ എത്ര കിട്ടിയാലാണ് നിങ്ങൾക്ക് ഇത്ര ഏതൊക്കെ കോളേജ് സീറ്റ് കിട്ടാൻ സാധ്യത എന്നതിനെ പറ്റിയിട്ടാണ് എൻ്റെ ഒരു അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ അനാലിസിസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ എനിക്ക് അറിയാവുന്ന റിസൾട്ടുകളും ടോപ്പ് സ്കോറുകളും മറ്റ് കുട്ടികൾ പറഞ്ഞറിഞ്ഞിട്ടുള്ള റിസൾട്ടുകളും വെച്ചിട്ടുണ്ട് ബേസിലാണ് ഒരു ബേസിക് ആയിട്ടൊരു പ്രൊഡിക്ഷൻ നടത്തുന്നത്. എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡിക്ഷനിലേക്ക് കിടക്കുന്നത്. പ്രൊഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട് 100% കറക്റ്റ് എന്നല്ല, പക്ഷേ പ്രീവിയസ് ഇയേഴ്സിലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓൾമോസ്റ്റ് 99.9% കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ എൻ്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ പ്രൊഡിക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡെക്സ് സ്കോർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 310 എബോവ് ഇൻഡെക്സ് സ്കോർ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജിൽ സീറ്റ് ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു 310 എബോവ് ഇൻഡെക്സ് സ്കോർ വരികയാണെങ്കിൽ. പിന്നെ സെക്കൻഡ്ലി ടോപ്പ് പ്രൈവറ്റ് കോളേജിലേക്ക് വരണമെങ്കിൽ ഒരു 300 ഇൻഡെക്സ് സ്കോറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ടോപ്പ് പ്രൈവറ്റ് കോളേജിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഡെക്സ് സ്കോർ ഒരു 275 ടു മുകളിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് കോളേജിൽ മെറിറ്റ് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. ഇതാണ് ഞാൻ എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഡെക്സ് സ്കോറിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ. ഇത് റാങ്ക് പ്രൊഡിക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രൊഡിക്ഷൻ. അതായത് ഇൻഡെക്സ് സ്കോർ 310, അതായത് 310 ഇൻഡെക്സ് സ്കോർ വരികയാണെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള ഗവൺമെൻറ് കോളേജിൽ വരും. അതുപോലെ തന്നെ ഇൻഡെക്സ് സ്കോർ 300 എബോവ് ആണെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ ടോപ്പായിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരും. ടോപ്പ് 10 പ്രൈവറ്റ് കോളേജിൽ മെറിറ്റ് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 275 അല്ലെങ്കിൽ 280 എബോവ് വരികയാണെങ്കിൽ നമുക്ക് ഇനി പ്രൈവറ്റ് കോളേജിൽ മെറിറ്റ് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേസിക് ആയിട്ട് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ മാക്സിമം കമൻറ്റും കുട്ടികളുടെ മാർക്കൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ വരുന്നതിനനുസരിച്ചിട്ട് എക്സാക്ട് റാങ്ക് പ്രൊഡിക്ഷൻ വീഡിയോയിലേക്ക് ഞാൻ കിടക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.